വെറും ഈ ഒരു 5.5-6 മീറ്റർ ഫാബ്രിക്കിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി കാണേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ റീസെന്റ് ഈ സാരി ഡ്രേപ്പിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി കുറെ പേർക്ക് സാരി എടുക്കാൻ ഭയങ്കര ടാസ്ക് ആണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് തന്നെ സാരി ഡ്രേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആദ്യം സാരി എടുക്കാനൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം സാരി എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാതിരിക്കുന്ന കുറെ പേരിനെ എനിക്കറിയാം പേഴ്സണലി. അപ്പോൾ ആദ്യം തന്നെ സാരി പഠിക്കാൻ വേണ്ടി സാരി ഉടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് വേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ സംസാരിച്ച് നമ്മളതാ ഈ ഒരു പ്ലേറ്റ് എടുക്കാണ് അതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, സ്റ്റാർട്ടിങ് അറിയാലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ തൊട്ടിട്ടായിരിക്കും മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഞാനിതാ ഇവിടുത്തെ പ്ലേറ്റ്സ് എടുത്തിട്ട് ഇതാ ഇവിടെ കുത്തി വെച്ചു കേട്ടോ. കുത്തി വെച്ചിട്ട് ഇനി ഇതാ ഈ ഒരു ഭാഗത്തു കൂടെ എടുത്തിട്ടാണ് നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത്. ഇതായിരിക്കും മിക്കവർക്കും കൂടുതലും ടാസ്ക് ആയിട്ടുണ്ടാവുക അല്ലെ. ഈ പ്ലേറ്റ്സ് എടുക്കുക, നമുക്ക് നന്നായിട്ട് വലിച്ചിട്ട് ഇതാ ഇതേപോലെ ഇവിടെ കുത്തിവെക്കുക. എന്നിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തിട്ട് ഇതാ ഇതേപോലെ അങ്ങനെ എടുത്തിട്ട് ഒന്നും കൂടി പിൻ വെച്ചിട്ട് കുത്തും. ഒന്നല്ലെങ്കിൽ ഈ പിന്നിൽ തന്നെ അറ്റാച്ച് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പിന്നിൽ കുത്താട്ടോ. ഞാൻ അപ്പോൾ ഇതിൽ തന്നെ കുത്തിയെന്നുള്ളൂ, അതെന്നെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ പ്രിഫറൻസ് ആണ്. നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ. ഇനിയാണ് നമ്മൾ വലത്തെ സൈഡിൽ നിന്ന് വേറെ നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കണം. ഇതേപോലെ തന്നെ ഓരോ പ്ലീറ്റ്സ് എടുക്കുക. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യാം. ഓക്കെ. ഞാൻ സാരി ട്രിപ്പിന്റെ വീഡിയോ ഇട്ടത് വേറെ ടൈപ്പിൽ സാരി എടുക്കാൻ കേട്ടോ. അതൊരു ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന രീതിയാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത്. കാരണം ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടെ ഒന്ന് പഠിച്ച് സെറ്റായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഈ സൈഡ് പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ കുത്തുമ്പോൾ അത് ഒരുപാട് കയറിപ്പോയാലും അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കുത്താൻ. എന്നിട്ട് ഇത് ബാക്കി വരുന്നത് ഉള്ളിൽ ഇതേപോലെ ഒന്ന് ടക്കിൻ ചെയ്യാം കേട്ടോ. ഇനി എല്ലാ പ്ലീറ്റ്സും ഒന്ന് ശരിയാക്കുക, മീതത്തെയും താഴത്തെയും എല്ലാം ഒന്ന് ശരിയാക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സാരി ഡ്രേപ്പ്. എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാമോ? ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു സാരി ട്രിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.